തിരുവല്ലോമല പാമ്പാടി ഐവർമഠം പൊതുശ്മശാനത്തിലെ ചിതാഭസ്മ മോഷണ കേസിൽ അന്വേഷണം ശ്മശാന ജീവനക്കാരിലേക്ക്. പ്രതികൾക്ക് പ്രാദേശിക സഹായം ലഭിച്ചുവെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പിടിയിലായ തമിഴ്നാട് സ്വദേശികൾ റിമാൻഡിലാണ്. ചിതാഭസ്മത്തിൽ നിന്നും സ്വർണ്ണത്തരി വേർതിരിച്ചെടുക്കാനാണ് മോഷണം എന്നാണ് പ്രതികളുടെ മൊഴി. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എന്താണ് പ്രതികൾ പറയുന്നത്? കൂടാതെ ഈ ശ്മശാന ജീവനക്കാരുടെ എന്ത് പങ്കാളിത്തമാണ് സംശയിക്കുന്നത്? വേണു, പ്രധാനമായും ഈ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ സംസ്കരിച്ച ചിതയിൽ നിന്നുള്ള ചിതാഭസ്മമാണ് ഇത്തരത്തിൽ ഈ മോഷണം പോയിരുന്നത്. അങ്ങനെയാണ് ഇത്തരമൊരു സംശയത്തിലേക്ക് ഇവർ എത്തുന്നത്. തുടർച്ചയായി, അതായത് ഈ ചിതാഭസ്മം ഈ മൃതദേഹം സംസ്കരിച്ച ഇടങ്ങളിൽ കുഴി രൂപപ്പെടുന്നു, അങ്ങനെ ഒരു സംശയം തോന്നുന്നു. അങ്ങനെയാണ് നാട്ടുകാരിൽ ചിലർ സംഘമായി ഇരുന്നു കൊണ്ട് ഇവിടെ നിരീക്ഷണം നടത്തുന്നത്. പക്ഷെ ആ സമയത്തൊന്നും ഇവർക്ക് ഈ മോഷ്ടാക്കളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീട് 3 ജീവനക്കാർ, അതായത് ഈ പ്രദേശത്ത് തന്നെ ഈ പൂജയും മറ്റും നടത്തുന്ന ആളുകൾ ചേർന്നുകൊണ്ട് 3 പേർ കഴിഞ്ഞ ദിവസം രാത്രി ഒളിച്ചിരുന്നാണ് ഈ മോഷ്ടാക്കളെ പിടികൂടുന്നത്. ആ സമയത്ത് അവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ്, പോലീസ് ഉൾപ്പെടെ എത്തി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ സ്വർണം വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ചിതാഭസ്മം ശേഖരിച്ചത് എന്നൊരു മൊഴി നൽകിയത്. അതിൽ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ മൃതദേഹം സംസ്കരിക്കുന്ന സമയത്ത് തലയുടെ അടിയിൽ എല്ലാവരും ഈ ചിലർ സ്വർണം വയ്ക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭർത്താവ് ജീവിച്ചിരിക്കെ മരിക്കുന്ന സ്ത്രീകളുടെ താലിമാല അഴിച്ചു മാറ്റാറില്ല. അങ്ങനെയുള്ള മൃതദേഹങ്ങൾ സംസ്കരിച്ച ഇടത്തു നിന്ന് അവിടുത്തെ ചിതാഭസ്മം ശേഖരിച്ചുകൊണ്ടാണ് ഇവർ തൊട്ടടുത്ത പുഴയിലെത്തിച്ച് അരിച്ച് ഈ സ്വർണം വേർതിരിച്ചെടുക്കുന്നതെന്ന് കണ്ടെത്തിയത്. പക്ഷേ അപ്പോഴും ഇവർ എങ്ങനെയാണ് ഈ ചിതാഭസ്മം തിരിച്ചറിയുന്നത്? അങ്ങനെ ഈ സ്വർണം കൂടി ഉൾപ്പെടുത്തി ഈ മൃതദേഹം സംസ്കരിച്ചിരുന്നു എന്നത് ഇവർ എങ്ങനെ കണ്ടെത്തി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഈ ജീവനക്കാരിലേക്ക് കൂടി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാദേശിക സഹായം ഈ പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഐവർ മഠത്തിലെ ജീവനക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിടിയിലായ 2 പ്രതികൾ, അതായത് ഒരാൾ രക്ഷപ്പെടുകയുണ്ടായി, ബാക്കി 2 പ്രതികൾ മാത്രമാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത്. ഈ 2 പേരും തമിഴ്നാട് സ്വദേശികളാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശിക സഹായത്തോടു കൂടി മാത്രമാണ് ഇത്തരത്തിൽ ഈ ചിതാഭസ്മം മോഷ്ടിച്ചത് എന്നൊരു നിഗമനമാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ ജീവനക്കാരിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. വേണു, ശരി. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.